17ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയായ കൊല്ലം ആശ്രാ മൈതാനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഒരു ആശ്രാ മൈതാനത്തിലെ വേദി ഒന്നിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ വരുന്ന ഓരോരുത്തരെയും വെൽക്കം ചെയ്യാനായി ഒരാളുണ്ട് ഇവിടെ. മറ്റാരുമല്ല, ഒരു മരമുത്തശ്ശിയാണ്. മരമുത്തശ്ശി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും ഞെട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? മറ്റാരുമല്ല, എൻ്റെ ഈ പുറകിൽ കാണുന്ന പേപ്പർ കൊണ്ട് നിർമ്മിച്ച മരമുത്തശ്ശിയാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ കൊല്ലത്ത് തന്നെയുള്ള ഒരു കൂട്ടം ചിത്രകലാ അധ്യാപകന്മാരാണ്. അവർ കുറേ ദിവസത്തെ ഒരു എഫേർട്ടാണ് ഈ ഒരു മരമുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായും പേപ്പറിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. സാർ, എത്ര ദിവസത്തെ എഫേർട്ടാണ് ഈ ഒരു മരമുത്തശ്ശി? മരമുത്തശ്ശി ഇന്നത്തെ വർക്കാണ്. നമ്മൾ ഒരു 2-3 ആഴ്ചയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. കലാധ്യാപകർ, കൊല്ലം ജില്ലയിലെ കലാധ്യാപകരാണ്, പൊതുവിദ്യാലയങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ലേഡീസും ജെൻസുമുള്ള എല്ലാ അധ്യാപകരും ഉണ്ട്. ഒരു 50ഓളം അധ്യാപകരുണ്ട്. എന്താണ് ഈ ഒരു മരമുത്തശ്ശി എന്നൊരു കൺസെപ്റ്റ് എടുക്കാൻ കാരണം എന്താണ്? അതായത് ഇപ്പോൾ ഇന്ന് കാണുന്ന എല്ലാ വർക്കുകളിലും പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പേപ്പർ, അതായത് പ്രകൃതിക്ക് യാതൊരു ദോഷം ഉണ്ടാവാത്ത രീതിയിലുള്ള ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചുള്ളൊരു എന്തെങ്കിലും ഒരു വർക്ക് വേണം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശം ചെയ്യുന്നുള്ളത്. മാത്രമല്ല, ഈ പ്രകൃതിയുടെ ഒരു മരം അതിൻ്റെ അവസാന ശ്വാസത്തിലും ഒരു തുള്ളി വെള്ളം നാളേക്കായിട്ട് കരുതും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. ഇപ്പോൾ ആ ചട്ടിയിൽ ഞങ്ങൾ പെബിൾ സ്റ്റോണൊക്കെ വെച്ചിട്ട് അതിൽ ശകലം വെള്ളം ഒഴിക്കും. അപ്പം ഒരു മരം അവൻ്റെ മരമുത്തശ്ശിയുടെ അവസാനമാണ്. ഒരു തലമുറകൾക്ക് ജീവൻ പകരാനുള്ള വെള്ളം ശേഷിപ്പിച്ചുകൊണ്ട് ആ മരമുത്തശ്ശി അവസാനിക്കുന്നു എന്നുള്ളതാണ്. മുഴുവനായിട്ടും പേപ്പറിൽ തന്നെയാണോ? പേപ്പറും കാർഡ്ബോർഡ്, പേപ്പർ, ഈറയാണ് ബേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം മാത്രം ഒന്ന് ഷെയ്ഡ് ചെയ്യും. മറ്റൊരു കൊളാഷ് പോലെ കുട്ടികൾക്ക് മനസ്സിലാവണം ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. നാളെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കൺസെപ്റ്റ് ഇതേ മെറ്റീരിയലിൽ ചെയ്ത് പഠിക്കാൻ കലാധ്യാപക കൂട്ടായ്മ കൊടുക്കുന്ന ഒരു ചെറിയ കൊളാഷ് വർക്കാണ്. കൊല്ലം ജില്ലയിലുള്ളവർ തന്നെയാണല്ലേ? കൊല്ലം ജില്ലയിലെ കലാധ്യാപകർ. സാറ് യാദൃശ്യമായിട്ട് ഈ നഗരിയിൽ എത്തിയതാണ്. അപ്പോൾ ഈ വർക്കിന്റെ കൂടെ കൂടിയിട്ട് എന്തായാലും ഇത് മെയിൻ സ്റ്റേജ് ആണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മരമുത്തശ്ശിയാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്കറിയാം ഫോട്ടോസ് എടുക്കുന്നതും എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മരമുത്തശ്ശി വൈറലാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് വൈറലായില്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള സിമ്പിളായിട്ട് അവരുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ ഒന്നും വേസ്റ്റ് അല്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ അതുകൊണ്ടും ഒരു ശില്പമാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകട്ടെ. കൈ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഈർക്കിൽ വെച്ച് ഇതിപ്പോൾ നമ്മൾ ഈറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ ഈർക്കിൽ വെച്ച് അവർക്ക് അപ്പോഴെപ്പോഴും കിട്ടുന്ന ക്ലാസ് റൂം പ്രവർത്തനമാണിത് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മളത് ചെയ്യുന്ന സാധനത്തെ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. കുറഞ്ഞ സമയം കൊണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ഒരുപാട് എഫർട്ട് എടുത്ത് ചെയ്താൽ നമുക്കിതിനെ വിശാലമാക്കി ചെയ്യാൻ പറ്റും, വലിയ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതൊരു 4-5 ദിവസത്തേക്കുള്ള ഒരു ടെമ്പററി രീതിയിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കുറച്ച് സാധനങ്ങളിൽ നിന്നാണ് ഈ ഒരു കൂട്ടം അധ്യാപകന്മാർ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു ആർട്ട് ഓഫ് പീസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് നമ്മൾ കേവലം വലിച്ചെറിയുന്ന സാധനങ്ങളിൽ നിന്ന് ഇതുപോലുള്ള ഭംഗിയുള്ള മനോഹരമായ കലാരൂപങ്ങൾ എന്നല്ല ആർട്ട് ഓഫ് പീസുകൾ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൊരു വലിയൊരു ആശയമാണ് ഈ ഒരു കൂട്ടം അധ്യാപകന്മാർ നമുക്ക് തരുന്നത്. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ സുന്ദറിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.